എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്, ആ ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് ആ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വായിക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് പ്രധാനപ്പെട്ടതൊക്കെ അടയാളപ്പെടുത്തി പോവുക. പിന്നെ പറയാനുള്ളത്, ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ മറന്നു പോകരുത്. അപ്പോൾ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്. സോ ഇൻ അവർ ലാസ്റ്റ് ലെറ്റർ ദാറ്റ് ദ ചീഫ് ഡിഫറൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് ദ അതർ ആനിമൽസ് വാസ് ദ ഇൻ്റലിജൻസ് ഓഫ് മാൻ. ദിസ് ഇൻ്റലിജൻസ് മെയ്ഡ് ഹിം clever and stronger than enormous wild animals who would otherwise have destroyed him. The primitive humans had no special weapons to fight his enemies. He could only throw stone at them. Then he began to make out of stone axes, spears, and many other things, including fine stone needles. We saw many of these stone weapons in the South Kennington, London Museum, and also in the museum in Geneva. This excerpt is taken from Jawaharlal Nehru's letters from a father to his daughter. This letter refers to the life of primitive humans. What does he say about the kind of tools that were used by humans to protect themselves from wild animals? അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിലാദ്യം കൊടുത്തിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം തൻ്റെ പുത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിക്ക് അയച്ചു കൊടുത്ത ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകളിലെ പ്രസക്ത ഭാഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ആദിമ മനുഷ്യരും മറ്റു ജീവികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അവർ ചെയ്തിരുന്നത്. അല്ലെങ്കിൽ അന്നത്തെ ആ ജീവികളിൽ നിന്നും മനുഷ്യനുണ്ടായിരുന്ന പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ബുദ്ധിശക്തിയാണ്. കാരണം അന്ന് മനുഷ്യൻ കാട്ടിലാണ് അധിവസിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും ഈ മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് പരുക്കൻ കല്ലുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ബുദ്ധിശക്തി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കാട്ടിൽ ഇവർ എല്ലാവരും നശിച്ചു പോയാനായിരുന്നു. കാരണം ഈ കാട്ടുജന്തുക്കൾ ഇവരെ ആക്രമിച്ച് കൊല്ലുമായിരുന്നു അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. പിന്നെ അന്ന് ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നു, കല്ലാണ് അവർ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അവർ കല്ല് കൊണ്ട് മഴു, കുന്തം, പിന്നെ കൽസൂചിയൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ പഠിച്ചു. അങ്ങനെ ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ ശിലായുധങ്ങളായിട്ട് ബന്ധപ്പെട്ട തെളിവുകളൊക്കെ നമുക്ക് സൗത്ത് കെനിങ്ടൺ മ്യൂസിയം, അത് ലണ്ടനിലാണ്, അതുപോലെ തന്നെ ജനീവയിലെ കാഴ്ച ബംഗ്ലാവിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, എന്തൊക്കെയാണ് കാട്ടുജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യർ ഏത് തരം ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതിൽ സ്റ്റോൺ ആക്സ് പറയുന്നുണ്ട്, കല്ല് കൊണ്ടുള്ള മഴു പറയുന്നുണ്ട്, അതുകൂടാതെ എന്തൊക്കെയാണ് സ്പിയേഴ്സ്, സ്റ്റോൺ നീഡിൽസ്. അപ്പോൾ അവിടെ അത് എഴുതി വെക്കുക. കുന്തവും പിന്നെ കൽസൂചികളുമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് ഒന്നും മനസ്സിലാക്കുക. ആദിമ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അന്നത്തെ അവരുടെ ജീവിതത്തിൽ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത് എന്നൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ് പേജിൽ നമ്മൾ പറയുന്നുണ്ട്, വാട്ട് കുഡ് ബി ദ പർപ്പസസ് ഫോർ വിച്ച് ഹ്യൂമൻസ് ഇൻ ദാറ്റ് പീരീഡ് യൂസ്ഡ് സച്ച് ടൂൾസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദംസെൽസ് ഫ്രം ആനിമൽസ്, ഫോർ ഹണ്ടിങ്, ഫോർ പിക്കിംഗ് ഫ്രൂട്ട്സ്. ചോദിച്ചിട്ട് ഇത്തരം ഉപകരണങ്ങളൊക്കെ അക്കാലത്ത് മനുഷ്യർ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്? ഈ കല്ല് കൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിരുന്നില്ല. അതെന്തിനാ? ഒന്നാമത്തെ കാര്യം മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ, രണ്ടാമത്തെ ഹണ്ടിങ്, മൃഗങ്ങളെ വേട്ടയാടാനായിട്ട്, മൂന്നാമത്തെ നമ്മളൊരു പോയിന്റ് ചേർത്ത് കൊടുക്കുക, നമുക്ക് ഫ്രൂട്ട്സൊക്കെ പറിക്കണ്ടേ, അതിനൊക്കെ വേണ്ടിയിട്ട് ഈ കല്ലുകളൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു. ഫ്രൂട്ട്സൊക്കെ എറിഞ്ഞൊക്കെ ഇടണ്ടേ അല്ലേ, അതിനൊക്കെ കല്ല്, അല്ലെങ്കിൽ അതുപോലെ തന്നെ അത് വെട്ടിപ്പൊളിക്കാനും ഒക്കെ ഈ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. ദ ടൂൾസ് ഡെവലപ്ഡ് ഫോർ ദ എബോവ് മെൻഷൻ പർപ്പസസ് വെർ മെയ്ഡ് ഓഫ് സ്റ്റോൺ ഇൻ ദ ബിഗിനിങ്. ലേറ്റർ സ്റ്റോൺ വാസ് റീപ്ലേസ്ഡ് ബൈ മെറ്റൽ. അപ്പോൾ ആദ്യത്തെ കാലഘട്ടത്തിൽ ഇവർ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആദ്യ കാലഘട്ടത്തിൽ ഇവർ കല്ല് കൊണ്ടുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഇത് കല്ലിന് പകരം എന്തായിട്ട് മാറി? മെറ്റൽസായി, ലോഹങ്ങളായി. ദെൻ അടുത്തത് നോക്കുക, ആർക്കിയോളജിസ്റ്റ് ഡിവൈഡ് ഹ്യൂമൻ ഹിസ്റ്ററി ഇൻറ്റു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓൺ ദ ബേസിസ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അന്നത്തെ പുരാവസ്തു ഗവേഷകർ അന്നത്തെ കാലഘട്ടത്തെ വിലയിരുത്തിയിട്ട്
അവരുപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മാനവ ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആ ഫ്ലോ ചാർട്ട് ഒന്ന് ബുക്കിലേക്ക് നല്ല ഭംഗിയായിട്ടൊക്കെ എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് പഠിക്കാനും വേഗത്തിൽ മനസ്സിലാക്കാനുമായിട്ടൊക്കെ സാധിക്കും. അതിൽ സ്റ്റോൺ ഏജും ഉണ്ട്, മെറ്റൽ ഏജും ഉണ്ട്. സ്റ്റോൺ ഏജിന് ശേഷമാണ് മെറ്റൽ ഏജ് വരുന്നത്. സ്റ്റോൺ ഏജിനെ തന്നെ നമ്മൾ ശിലായുഗത്തിൽ തന്നെ വീണ്ടും തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. അപ്പോൾ സ്റ്റോൺ ഏജ് ആണ് ആദ്യം വരുന്നത്. ശിലായുഗം, ആ യുഗത്തെ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോൺ ഏജിന് ശേഷം ഏത് ഏജ് വരുന്നു? മെറ്റൽ ഏജ് വരുന്നു, ലോഹയുഗം വരുന്നു. അവിടെ എന്താണ്? ബ്രോൺസ് ഏജും അയൺ ഏജും. 2 ലോഹങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഒന്ന് വെങ്കല കാലഘട്ടം, പിന്നൊന്ന് ഇരുമ്പ് കാലഘട്ടം. ഇങ്ങനെ വെങ്കലയുഗം, ഇരുമ്പ് യുഗം എന്നിങ്ങനെയൊക്കെ തിരിച്ചു വെച്ചിരിക്കുന്നു. അതിലാദ്യം നമുക്ക് സ്റ്റോൺ ഏജിനെ പറ്റി മനസ്സിലാക്കണ്ടേ. ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ, അതൊക്കെ മനുഷ്യനെ എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്ത അത്തരത്തിലുള്ള ഉപകരണങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. ഹാവ് യു എവർ തോട്ട് വൈ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി വാസ് കോൾഡ് ദ സ്റ്റോൺ ഏജ്? ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി വാസ് കോൾഡ് ദ സ്റ്റോൺ ഏജ്. അതിൻ്റെ ആൻസറാണ് തൊട്ടടുത്ത് വരുന്നത്. ഹ്യൂമൻ യൂസ്ഡ് സ്റ്റോൺ ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. സോ ഹിസ്റ്റോറിയൻസ് ഡിസ്ക്രൈബ് ദിസ് പീരീഡ്, ദിസ് ഫേസ് ആ സ്റ്റോൺ ഏജ്. എന്താണ്? ആദ്യ മാനവചരിത്ര കാലഘട്ടത്തിലെ അതായത് മാനവചരിത്രത്തിൻ്റെ ആദ്യഘട്ടത്തെ നമ്മളെന്താ സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നു? ശിലായുഗം എന്ന് വിളിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാര്യം? ആദ്യ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കാൻ വേണ്ടി, മനുഷ്യചരിത്രത്തിൻ്റെ ആദ്യ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അതിൻ്റെ ആൻസർ എന്താണ്? അക്കാലത്ത് അവർ ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എന്തുകൊണ്ടാണ്? ഉപകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നത്, ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നതൊക്കെ സ്റ്റോൺ കൊണ്ടാണ്, കല്ലുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ ആ കാലഘട്ടത്തെ എന്തെന്ന് പറയുന്നത്, സിമ്പിളല്ലേ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. സ്റ്റോൺ കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കിയതുകൊണ്ട് ആ കാലഘട്ടത്തിൽ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ മെത്തേഡ് യൂസ്ഡ് ടു മേക്ക് സ്റ്റോൺ ടൂൾസ്, ദ സ്റ്റോൺ ഏജ് ഈസ് ഡിവൈഡഡ് ഇൻടു 3: പാലിയോലിത്തിക്, മെസോലിത്തിക് ആൻഡ് നിയോലിത്തിക്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ സ്റ്റോണിൻ്റെ ടൂൾസാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു അല്ലേ. കല്ലുകൊണ്ടുള്ള ആയുധങ്ങളാണ്, ഉപകരണങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ശിലായുഗത്തെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് 3 രീതിയിൽ: പാലിയോലിത്തിക്, അതായത് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, മെസോലിത്തിക്, ദെൻ നിയോലിത്തിക്, നവീന ശിലായുഗം. ഇങ്ങനെയൊക്കെ തരംതിരിച്ച് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചോളുക. അപ്പോൾ ഇനി ഓരോ കാലഘട്ടത്തെയും പറ്റി നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് പാലിയോലിത്തിക് ഏജിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുക, അണ്ടർലൈൻ ചെയ്യുക, നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കുക. സിമ്പിൾ ചാപ്റ്ററാണ്. വലിയ നമുക്ക് ഒന്നും മനസ്സിരുത്തി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരിക്കലും നമ്മൾ മറന്നു പോവില്ല. അപ്പോൾ ഒന്നാമത്തെ കാലഘട്ടമാണ് പാലിയോലിത്തിക് ഏജ്. സ്റ്റോൺ ഏജിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പാലിയോലിത്തിക് ഏജ്. ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ പാലിയോലിത്തിക് ഏജ് ഈസ് ദ യൂസ് ഓഫ് റഫ്, അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. The term Paleolithic is derived from 2 Greek words, paleos, old, and lithos, stone. The making of tools is related to the subsistence of primitive humans. Archaeologists point out that there were 3 main stages in the use of tools. They are given below. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രാചീന ശിലായുഗം, പാലിയോലിത്തിക് ഏജ്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഫ് സ്റ്റോൺസ് ആണ്, അൺപോളിഷ്ഡ് സ്റ്റോൺസ്. പ്രകൃതിയിൽ നിന്ന് എങ്ങനെയാണോ നമുക്ക് കല്ല് കിട്ടുന്ന അത്തരത്തിൽ ആ കല്ല് ഉപയോഗിക്കുക. അതിനൊന്നും രൂപമാറ്റത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി അപ്പം മനുഷ്യൻ്റെ ബുദ്ധിയിലേക്ക് വരുന്നില്ല. അവന് കിട്ടുന്ന ഉപകരണങ്ങൾ എങ്ങനെയാണോ പരുക്കനായിട്ടുള്ള, അൺപോളിഷ്ഡ് ആയിട്ടുള്ള, റഫായിട്ടുള്ള ആ സ്റ്റോൺ അവർ ഉപയോഗിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ വേർഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഗ്രീക്ക് വേർഡ്സ് ആയിട്ടുള്ള പാലിയോസിൽ നിന്നും ലിത്തോസിൽ നിന്നുമാണ് പാലിയോലിത്തിക് എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. പാലിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ്, പഴയ. ദെൻ ലിത്തോസ് എന്ന് പറഞ്ഞാൽ അതായിട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കേട്ടല്ലോ. പാലിയോസ് പ്രാചീനം, ലിത്തോസ് ശില, കല്ല്. അപ്പോൾ അത് ആ 2 വേർഡിൽ നിന്ന്, ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പാലിയോലിത്തിക് എന്ന് പറയുന്ന ടേം എമർജ് ചെയ്തതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ പറയുന്നുണ്ട് ആദിമ മനുഷ്യരുടെ ജീവനോപാധിയുമായി ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണം.
പിന്നെ അതുപോലെ തന്നെ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ വന്ന 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ടായിരുന്നു. ഇവർക്ക് എന്താണ് ഈ കല്ലുകൾ കിട്ടുകയാണ്, പരുക്കനായിട്ടുള്ള കല്ലുകൾ. ഇത് വെച്ചിട്ട് ഇവർ പല കാര്യങ്ങളുമൊക്കെ ചെയ്യുമല്ലോ. ഇതെങ്ങനെയൊക്കെ ഇവർ പ്രയോജനപ്പെടുത്തി, അതൊരു ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് വരും, ഉറപ്പായിട്ടും പഠിച്ചോളുക. അപ്പോൾ പുരാവസ്തു ഗവേഷകർ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ടൂൾസ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ആയുധങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അവർ ഉപയോഗിച്ചിരുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നമുക്ക് പറയാം? യൂട്ടിലൈസേഷൻ, ഫാഷനിങ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ. കേട്ടല്ലോ. അപ്പോൾ ഈ ആർക്കിയോളജിസ്റ്റ് പോയിന്റ് ഔട്ട് ദാറ്റ് ദർ വെർ 3 മെയിൻ സ്റ്റേജസ് ഇൻ ദ യൂസ് ഓഫ് ടൂൾ. അതിലൊന്നാമത്തതാണ് യൂട്ടിലൈസേഷൻ, പ്രയോജനപ്പെടുത്തൽ. മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദർ ഷേപ്പ്. നമുക്ക് കിട്ടുന്ന കല്ല് എങ്ങനെയാണോ അതിലൊരു മാറ്റവും വരുത്താതെ നമ്മൾ ഉപയോഗിക്കുന്നു. അതിനെയാണ് പ്രയോജനപ്പെടുത്തൽ അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫാഷനിങ് എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട്, രൂപമാറ്റം വരുത്തിയിട്ട്. ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ നീഡ്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് അതിൽ ചേഞ്ചസ് വരുത്തുന്നു, അങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഫാഷനിങ് എന്ന് പറയുന്നത്, രൂപമാറ്റം വരുത്തുക എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്രമവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ? ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസസ്. ഓരോ ആവശ്യങ്ങൾക്കും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതി, അതാണ് സ്റ്റാൻഡർഡൈസേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂട്ടിലൈസേഷൻ, ഫാഷനിങ്, സ്റ്റാൻഡർഡൈസേഷൻ. അതായത് ഈ പരിക്കൻ കല്ലുകൾ ആദ്യം ഇവർ ഉപയോഗിച്ചെങ്കിലും ഇത് പലതരത്തിൽ ഇവർ മാറ്റം വരുത്തിയൊക്കെ പിന്നീട് ഇവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതാണ് ഈ യൂട്ടിലൈസേഷൻ, ഫാഷനിങ്, സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ ആർ ഡിഫറെൻറ്റ് ടൂൾസ് ആർ യൂസ്ഡ് ബൈ പ്രിമിറ്റീവ് ഹ്യൂമൻസ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് പാലിയോളിത്തിക് ഏജ്. അത് പെബിൾസ് വെയർ യൂസ്ഡ് ആസ് ടൂൾസ് without significant modification. Then biface core tools, a tool made by cutting both sides of parent stones. Flake tools made by chipping stones from parent rock. Then chopping tools. These are large and heavy tools that can be used for cutting and chopping. അപ്പോൾ ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ട്. അപ്പോൾ അതിൽ ആദ്യം എന്ന് പറയുന്ന ഏതാണ്? നമ്മുടെ പെബിൾസ് ടൂൾസ്, ഉരുളൻ കല്ല്. അതെന്താണ്? ഉരുളൻ കല്ലുകളെ നമുക്ക് കാര്യമായിട്ട് രൂപമാറ്റം വരുത്താതെ നമ്മൾ ഉപയോഗിക്കുന്നു. ഉരുളൻ കല്ല് എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ തന്നെ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? ബൈഫേസ് കോർ ടൂൾസ് എന്ന് വെച്ചാൽ ദ്വിമുഖ മാതൃശിലാ ഉപകരണങ്ങൾ. 2 മുഖങ്ങളുണ്ടായിരിക്കും അതിന്. അപ്പോൾ എന്താണ്? മാതൃശിലയുടെ ഇരുവശങ്ങളും ചെത്തിയെടുത്തിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ഉപകരണത്തെയാണ് ബൈഫേസ് അല്ലെങ്കിൽ ദ്വിമുഖ മാതൃശിലാ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ കൽച്ചീട് കൊണ്ടുള്ള ഉപകരണങ്ങളാണ് ഫ്ലേക്ക് ടൂൾസ് എന്ന് പറയുന്നത്. അതായത് മാതൃശിലയിൽ നിന്നും കൽച്ചീലുകൾ അടർത്തിയെടുത്തിട്ട് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നു. അതാണ് കൽച്ചീലുകൾ. ദെൻ അടുത്തതാണ് വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ. വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ എന്ന് പറയുന്നതാണ് ചോപ്പിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. അതെന്താ? മൂർച്ചയുള്ളതും അതുപോലെ തന്നെ വലുതും ഭാരമുള്ള അവ വെട്ടാനും മുറിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ചോപ്പിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. മൂർച്ചയുള്ളതായിരിക്കും, വലുതും ഭാരമുള്ളതായിട്ടുള്ള ഇതൊക്കെ വെട്ടാനും മുറിക്കാനും ഒക്കെ നമ്മളിത് ഉപയോഗിക്കുന്നു. പിന്നെ ലാസ്റ്റാണ് സ്റ്റോൺ ടൂൾസ് മെയ്ഡ് യൂസിങ് ബ്ലേഡ് ടെക്നിക്സ്. ബ്ലേഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ഉപകരണങ്ങൾ. അത് നമുക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ towards the end of the Paleolithic period, humans used tools made of bones in addition to stone tools. അപ്പം അവിടെ കുറച്ച് പിക്ചറും കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് പാലിയോലിത്തിക് പീരീഡിൻ്റെ അവസാനം മനുഷ്യരെന്താണ് കുറച്ച് ടൂൾസ്, ശില കൊണ്ടുള്ള ഉപകരണങ്ങൾക്ക് പുറമെ വേറെ കുറച്ച് ഉപകരണങ്ങൾ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളൊക്കെ മനുഷ്യർ ആ സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഡു ദ ടൂൾസ് ഇൻ ദ പിക്ചർ റിസംബിൾ എനി ടൂൾ ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്? ഇഫ് യെസ്, വിച്ച് ആർ ദേ? അപ്പോൾ അവിടെ പറയുന്നത് ചിത്രത്തിൽ കുറച്ച് ഉപകരണങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും ഉപകരണങ്ങളുമായിട്ട് പരിചയം ഉണ്ടെങ്കിൽ അത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്കിപ്പോൾ ആദ്യത്തെ നമ്മൾക്ക് കാണെങ്കിൽ അതെന്തായിട്ട് തോന്നുന്നത്? ഒരു സ്പിയർ, കുന്തായിട്ട് തോന്നും. ദെൻ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് കാണുവാണെങ്കിലാണ് അതെന്താണ്? അസ്ഥി കൊണ്ടുള്ള ഒരു അസ്ഥി കൊണ്ടുണ്ടാക്കിയ മുള്ളുള്ള ഒരു കുന്തമുനയായിട്ടൊക്കെ നമുക്ക് തോന്നും. അത് ബാർബ്ഡ് ഹാർപ്പൂൺ എന്നാണ് അതിനെ പറയുന്നത്. ദെൻ അടുത്തതാണെങ്കിൽ
സ്പിയർ ത്രോവർ, തടി കൊണ്ടുണ്ടാക്കിയ കുന്തമെറിയാനായിട്ടുള്ള ഉപകരണമാണ് താഴത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പല ഉപകരണങ്ങളും അന്നത്തെ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം അവിടെ ഒരു നീല ബോക്സിൽ കൊടുത്തിട്ടുണ്ട് core and flakes. When a piece of stone is broken into 2 or more pieces, the largest piece is called the core and the smallest pieces are called flakes. Those made of core stones are called core tools and those made of stone flakes are called flake tools. നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഒരു കഷ്ണം കല്ലിനെ രണ്ടോ അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ അതിൽ ഒരു കഷ്ണം വലുതായിരിക്കുമല്ലോ, അതിനെ നമ്മൾ കോറെന്ന് പറയും, മാതൃശിലയെന്ന് പറയും. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലൊരു വലിയൊരു കഷ്ണം കല്ലിരിക്കുകയാണ്, നമ്മളത് ഒരു ചുറ്റിക എടുത്ത് പൊട്ടിച്ചാലും ഇങ്ങനെ തന്നെ ഒരു കഷ്ണം വലുതും ബാക്കിയെല്ലാം കുറച്ച് ചെറുതും ഇടത്തരമായിട്ടൊക്കെ കിട്ടും. അപ്പോൾ അതിൽ വലുതായിട്ടിരിക്കുന്ന കഷ്ണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാതൃശില എന്ന് പറയുന്നത്. ചെറിയ കഷ്ണങ്ങൾ എന്ത് പറയും, കൽച്ചീലുകൾ, ഫ്ലേക്സ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഈ മാതൃശില കൊണ്ട്, അതായത് കോറ് കൊണ്ട് നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ എന്തെന്ന് പറയും, മാതൃശില ഉപകരണങ്ങളെന്ന് പറയും. കൽച്ചീൽ കൊണ്ട് നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ എന്തെന്ന് വിളിക്കും, ഫ്ലേക്ക് ടൂൾസ് എന്നും വിളിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ബുക്കിലോട്ട് എഴുതി വെച്ചോളുക, പ്രധാനപ്പെട്ടതാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉപകരണങ്ങളുടെ നിർമ്മാണമൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഒരു പിക്ചർ 11ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, ബുക്കിലോട്ട് എഴുതി വെക്കണം. അതിൽ ഷോവേ ഫ്രാൻസ്, ലാസ്കോ ഫ്രാൻസ്, ദെൻ ഐവറി സ്കൾപ്ചർ, സറയസ്ക് റഷ്യ, carved figure in Cossack France cave, carvings on bones found in La Garma cave, Spain. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഷോവേ എന്ന് പറയുന്നത് എവിടെയാണ്, ഫ്രാൻസിലാണ്. ലാസ്കോ എവിടെയാണ്, അതും ഫ്രാൻസിലാണ്. ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം സറയസ്കിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്, റഷ്യയിലാണ്. പിന്നെ കുസാക്കും ഫ്രാൻസിലാണ്. ഗുഹയിൽ കോറിയിട്ട ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെയിനിലെ ലാഗർമയിൽ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളിൽ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ളതും ആ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. The pictures given above are the artistic creation of primitive humans. അപ്പോൾ ഇത് എന്താ മനസ്സിലാക്കുന്നത്, അവരുടെ കലാസൃഷ്ടിയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ അവർ കൃഷിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറേ സമയമൊക്കെ വെറുതെ കിട്ടും. അപ്പോൾ അവരത് ആ സമയം കലാസൃഷ്ടികൾക്കൊക്കെ വേണ്ടി വിനിയോഗിക്കും. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് പിക്ചേഴ്സ്, ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, it is clear from the pictures that various communication techniques such as simple flowing lines, carved images and sculptures were employed during the late Paleolithic period. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കിട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ലളിതമായ ഒഴുക്കൻ വരകൾ, കോറിയിട്ട ചിത്രങ്ങൾ, ശില്പങ്ങൾ, ഇതൊക്കെ എന്താണ് അവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അവരുടെ ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് അവർ പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതിനുശേഷം നോക്കുകയാണെങ്കിൽ ആർക്കിയോളജിസ്റ്റ് ആർ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഡെപിക്ഷൻ ഓഫ് ആനിമൽസ്, അതായത് ഷോവേലും ലാസ്കോ കേവ്സും അതിലൊക്കെ അത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ദ കാർവ്ഡ് ഫിഗർ ഓഫ് an animal and a woman, Cossack cave and the Venus figure in Saraysk, Russia are related to rituals and beliefs. The carvings on bone found in La Garma cave in Spain are evidences of human artistic skills of that time. അപ്പോൾ ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഓരോ ചിത്രവും എന്തിനെ പ്രതിനിധീകരിക്കുന്നു. അപ്പം മൃഗങ്ങളുടെ ചിത്രീകരണം ഷോവേ ലാസ്കോ ഗുഹകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മൃഗത്തിൻ്റെയും സ്ത്രീയുടെയും കോറിയിട്ട് രൂപം കിട്ടുന്ന എവിടെയാണ്, കുസാക്ക് ഗുഹ. അവിടെ 2 ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒന്ന് സ്ത്രീയുടെയും പിന്നെ ഒന്ന് മൃഗത്തിൻ്റെയും. കുസാക്ക് ഗുഹ എവിടെയാണ്, ഫ്രാൻസിൽ. ദെൻ വീനസ് പ്രതിമ എവിടെ നിന്നാണ് കിട്ടിയത്, സറയസ്ക് ആണ്, റഷ്യ. അപ്പോൾ ഇതൊക്കെ അവരുടെ അനുഷ്ഠാനമോ വിശ്വാസമോ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ളതായിരിക്കാമെന്നാണ് പുരാവസ്തു ഗവേഷകർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പെയിനിലെ ലാഗർമ ഗുഹയിൽ നിന്നും അസ്ഥിയിലുള്ള കൊത്തുപണികളും അക്കാലത്തെ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്തിനുള്ള തെളിവാണ്, അവരുടെ കലാപരമായിട്ട് അവർക്ക് നല്ല കഴിവുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉദാഹരണങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അത്തരത്തിൽ തന്നെ പഠിച്ച് എഴുതി പോവുക, നോട്ടിലും എഴുതി പോവുക, പഠിച്ചും പോവുക.
പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് ഒരുപാട് സാധ്യതയുള്ളതാണ്. നെക്സ്റ്റ് പേജിലോട്ട് പോകുമ്പോൾ വേരിയസ് കളേഴ്സ് വെയർ യൂസ്ഡ് ടു ഡ്രോ ദ കേവ് പെയിൻറ്റിങ്സ്. ദീസ് കളേഴ്സ് വെയർ മെയ്ഡ് ബൈ grinding plants, tree bark and fruits and mixing with red stone powder. Such pictures were drawn on the inner walls of the caves where sunlight could not reach. These stone carvings were made using stone needles and sharp-edged weapons. Paintings can also be seen on the ceilings of the caves. Such pictures and sculptures are considered to be the evidence of the intellectual and technical skill attained by primitive humans. ഇനി നമുക്ക് ഈ ഗുഹാചിത്രങ്ങൾ നമ്മൾ കണ്ടല്ലോ, അവരിങ്ങനെ കോറിയിട്ട ഗുഹാചിത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. ഇതിന് നിറം കൊടുക്കാനായിട്ട് അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഗുഹാചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള നിറങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. ഈ നിറങ്ങളൊക്കെ അവരെങ്ങനെയാണ് സൃഷ്ടിച്ചത്? അവർ ചെടികൾ, മരത്തിൻ്റെ തോല്, കായ്കൾ അതൊക്കെ അരച്ച് ചെങ്കൽപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് നിറങ്ങളും ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹകളുടെ ഉൾഭിത്തിയിലാണ് ചിത്രങ്ങൾ വരച്ചത്. കാരണം എപ്പോൾ വേണമെങ്കിലുമൊക്കെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാട്ടാന വന്ന് ആക്രമിക്കാവുന്നേ ഉള്ളൂ. അപ്പം മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടണം. അപ്പോൾ പുറമേ നിന്നിട്ട് ഇവർക്ക് സൂര്യപ്രകാശവും ഏറ്റ് ചെയ്യാൻ പറ്റത്തില്ല, മൃഗങ്ങളെ ഭയക്കുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഗുഹയുടെയൊക്കെ ഉൾഭാഗത്താണ് കേട്ടോ, ഉള്ളിലാണ് ഇവർ ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നത്. അതുപോലെ തന്നെ കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ അവർ വരച്ചതെന്നും മനസ്സിലാക്കി വെക്കുക. ഗുഹകളിലെ മേൽഭിത്തികളിലും ചിത്രങ്ങൾ വരച്ചു തരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിൻ്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയും തെളിവായിട്ട് നമുക്ക് ഈ ചിത്രങ്ങളെയൊക്കെ പരിഗണിക്കാം, ശില്പങ്ങളെയൊക്കെ പരിഗണിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ലെറ്റ് us see what information could be gathered on human life from the tools and art of the Paleolithic ഏജ്. അതങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും. പാലിയോലിത്തിക് ഏജിൽ വാട്ട് ഇൻഫർമേഷൻ കുഡ് ബി ഗ്യാതേർഡ്, അങ്ങനെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങൾ, കല എന്നിവയിൽ നിന്നും മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഇത് എഴുതുക. എന്താണ് പാലിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്, lived in caves and open spaces. Hunting and gathering were the means of livelihood. Bands were the basic units of society. Men were engaged in hunting and women in gathering. Food was not stored. Nomadic life prevailed. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സിമ്പിളാണ് പഠിച്ചെടുക്കുക അല്ലേ. അപ്പോൾ ആദ്യത്തെ എന്താണ്, പരിക്കൻ കല്ലുപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. പിന്നെ തുറസായ സ്ഥലങ്ങളിലും ഗുഹകളിലും ഒക്കെയാണ് അവർ വസിച്ചിരുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ വേട്ടയാടിയിരുന്നു, ഭക്ഷണം ശേഖരിച്ചിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ഉപജീവന മാർഗം. പിന്നെ ബാൻഡുകൾ, പറ്റങ്ങളായിട്ടാണ് അവർ താമസിച്ചിരുന്നത്. പിന്നെ പുരുഷന്മാരാണെങ്കിൽ എന്ത് ജോലിക്ക് പോകുമായിരുന്നു, വേട്ടയാടാൻ പോകും. സ്ത്രീകളാണെങ്കിൽ ഭക്ഷണം ശേഖരിക്കാനായിട്ടൊക്കെ പോകും. ഈ ഭക്ഷണം ഒരിക്കലും അവർ സംഭരിച്ചു വെച്ചിരുന്നില്ല. പിന്നെ നൊമാഡിക് ലൈഫാണ്, നാടോടി ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. പിന്നെ അവിടെ ബാൻഡുകളെ പറ്റി പറയുന്നുണ്ട്. ബാൻഡ്സ് ആർ സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് fewer than 100 members. Band members were bound by blood relation. ഇപ്പം ബാൻഡുകൾ എന്ന് പറയുന്ന പറ്റങ്ങൾ, അതിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 100-ൽ താഴെ അംഗങ്ങളാണ് അതിൽ വരുന്നത്. ചെറിയ സംഘങ്ങളാണ് കേട്ടോ, 100-ൽ താഴെ അംഗങ്ങളുള്ള ചെറിയ സംഘങ്ങളെയാണ് നമ്മൾ ബാൻഡുകളെന്ന് പറയുന്നത്. അവർ തമ്മിൽ എങ്ങനെയായിരിക്കും, രക്തബന്ധമാണ് അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നതെന്ന് മനസ്സിലാക്കി വെച്ചോളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, ബന്ധപ്പെട്ട് വരുന്നത് നമ്മുടെ പാലിയോലിത്തിക് ഏജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൽ നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചത് ലാസ്കോയൊക്കെ പറഞ്ഞില്ലായിരുന്നു, അതിൻ്റെ സവിശേഷതകൾ നിങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോട്ട് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് പാലിയോലിത്തിക് സെൻറ്റേഴ്സ് മെൻഷൻഡ് ഓൺ ദ വേൾഡ് മാപ്പ്. കുസാക്ക്, ലാഗർമ, ഷോവെ, പിന്നെ ലാസ്കോ, സറേസ്ക്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഭംഗിയായിട്ട് എഴുതി വെച്ച് പഠിച്ചു കൊടുക്കാം. പിന്നെ അതിനുശേഷം മെസോലിത്തിക് പീരീഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, മെസോലിത്തിക് ഈസ് എ സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ദ പാലിയോലിത്തിക് ടു നിയോലിത്തിക്. ദ വേർഡ് മെസോലിത്തിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 ഗ്രീക്ക് വേർഡ്സ്, മെസോസ് മിഡിൽ ആൻഡ് ദ ലിത്തോസ് സ്റ്റോൺ. അപ്പം അടുത്തത് മധ്യകാലഘട്ടത്തിലേക്കാണ്. പ്രാചീന കാലഘട്ടം എല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ മധ്യകാലഘട്ടത്തിൽ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നോക്കാം. ശിലായുഗം എന്ന് പറയുന്ന പ്രാചീന ശിലായുഗത്തിനും
നവീന ശിലായുഗത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടമാണ്, പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ് മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. മെസോലിത്തിക് ഏജ് 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത. മെസോസ് എന്ന് പറയുന്നത്, മെസോസ് എന്ന് പറയുന്ന മധ്യം, മിഡിൽ, ദെൻ ലിത്തോസ് എന്ന് പറയുന്ന ശില, അതിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. ലുക്ക് അറ്റ് ദ ഗിവൺ പിക്ചർ, എക്സാമിൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പാലിയോലിത്തിക് ടൂൾസ് ആൻഡ് മെസോലിത്തിക് ടൂൾസ്. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസോലിത്തിക് ടൂൾസും നമ്മൾ നേരത്തെ കണ്ട പാലിയോലിത്തിക് ടൂൾസും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. എക്സാമിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാലിയോലിത്തിക് ടൂൾസ് ആൻഡ് മെസോലിത്തിക് ടൂൾസ്. These are smaller tools than the ones used in Paleolithic age. This is the period when microliths were used. അപ്പോൾ അത് നമുക്ക് നോക്കുമ്പോൾ എന്താണ്, പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചതിനേക്കാളും ചെറിയ ഉപകരണങ്ങളല്ലേ ഈ പിക്ചറിൽ കാണുന്നത്. അതുപോലെ തന്നെ എന്താണ്, മൈക്രോലിത്തുകൾ, അതായത് സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങളാണ് ഇവർ ഉപയോഗിച്ചതെന്നും മനസ്സിലാക്കി വെക്കുക. It has already been mentioned that the development of human communication began towards the end of the Paleolithic period. But in India, this development is mainly seen during the Mesolithic age. The work of art in the cave centers of Bhimbedka, Lakajor and Kathotia in Madhya Pradesh help us understand the way of life of humans during that period. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അപ്പം നമ്മൾ ആദിമ മനുഷ്യൻ്റെ പിന്നെ ആശയവിനിമയത്തിൻ്റെ വികാസം പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. നമ്മൾ ആ ലാസ്കോയെ അവിടെയൊക്കെ എന്താണ് അത് കണ്ടതാണ്. അവരിങ്ങനെ പടമൊക്കെ വരച്ച് അവരുടെ കമ്മ്യൂണിക്കേഷനാണെന്ന് പറയുന്നു. പക്ഷേ എന്നാൽ ഈ ഒരു പിന്നെ ഇന്ത്യയിൽ പ്രധാനമായും ഈ വികാസം നമുക്ക്, ഈ ആശയവിനിമയം നമുക്ക് കാണാൻ സാധിക്കുന്ന മധ്യശിലായുഗത്തിലാണ് കേട്ടോ. അവിടെ ലാസ്കോ ഒക്കെ പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന സമയത്താണ് നമ്മളിത് കാണുന്നത്. പക്ഷേ ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഇന്ത്യയിൽ വരുന്നത് പക്ഷേ മധ്യശിലായുഗത്തിലാണ്. മധ്യപ്രദേശിലെ ഭീംബേഡക, ലാക് ജാവോറും പിന്നെ എന്താണ് ഖദോട്ടിയ, അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചോണം കേട്ടോ. ഇതൊക്കെ ഇവിടെ മധ്യപ്രദേശിലെയാണ്. ആദിമ മനുഷ്യൻ്റെ ജീവിത രീതി മനസ്സിലാക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നതാണ്. ഇതൊക്കെ മെസോലിത്തിക് പീരീഡിൻ്റെ കലാസൃഷ്ടികൾ ഇന്ത്യയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ അതിൻ്റെ ആ ചിത്രങ്ങൾ നിരീക്ഷിച്ചിട്ട് എന്തൊക്കെ അവർ ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗീവൺ അബോ ആൻഡ് ലിസ്റ്റ് ഓൺ ദ ആക്ടിവിറ്റീസ് ഡെപിക്റ്റഡ് ഇൻ ദം. അതിലെന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്നൊക്കെ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹണ്ടിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആനിമൽ ഹസ്ബൻഡറി കൊടുക്കാം, കുക്കിങ്, ദെൻ ഡാൻസിങ്, ഫിഷിങ്, ആർട്ട് വർക്ക്, ഇതൊക്കെ നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. The ways of life of Mesolithic human can be understood from these pictures. The characteristics of this period are given below. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മെസോലിത്തിക് പീരീഡിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ്, സവിശേഷതകൾ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് മധ്യശിലായുഗത്തിൽ അവരുടെ ജീവിത രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്. യൂസ് ഓഫ് മൈക്രോലിത്സ് ഓർ വെരി സ്മോൾ സ്റ്റോൺ ടൂൾസ്. അപ്പാർട്ട് ഫ്രം ഹണ്ടിങ് ആൻഡ് ഗ്യാദറിങ്, ഫിഷിംഗ് ആൾസോ ബിക്കെയിം a means of livelihood. Indications of domestication of animals, amusements, division of labor based on gender. അത്രയും പോയിന്റ് ഉണ്ട്. സിമ്പിളാണ്, പഠിച്ചോളുക. എന്താ ചെറിയ സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ആ സമയത്ത് അവർ ഉപയോഗിച്ചു. മൈക്രോലിത്തുകൾ എന്ന് വിളിക്കുന്ന സൂക്ഷ്മശിലാ ആയുധങ്ങൾ. പിന്നെ അതുപോലെ തന്നെ വേട്ടയാടൽ നമ്മൾ പറഞ്ഞു, ഭക്ഷണം ശേഖരിക്കൽ പറഞ്ഞു. അതുകൂടാതെ വേറെ കുറച്ച് കാര്യങ്ങളിലൊക്കെ അവർ എൻഗേജ്ഡായി. ഫിഷിങ് കേട്ടല്ലോ, ഫിഷിങ് അവരുടെ ഉപജീവനത്തിൻ്റെ ഭാഗമായി. പിന്നെ മൃഗങ്ങളെയൊക്കെ വളർത്തി അതിൻ്റെ സൂചനകൾ, ഇണക്കി വളർത്തിയതിൻ്റെ സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അവർക്ക് വിനോദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലിംഗാടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് തൊഴിൽ വിഭജനവും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് തൊട്ടടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സിമ്പിളാണ്. വളരെ ഒന്നുകൂടിയൊക്കെ ഒരു ആവർത്തി വായിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിഫറൻസൊക്കെ നമ്മുടെ മനസ്സിലിരിക്കും.